ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആനാ ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, അമ്മ റെഡി. പക്ഷെ ഇങ്ങ എല്ലാവരും ரொம்ப ഡെസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ. പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, അന്റെ അമ്മാവ് നീങ്ങളെ കല്യാണം ചെയ്ത് തലൈവ. അതാ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. யாரை வேணாலும் கல்யாணம் பண்ணலாம், அது ஈஸ்வர நிச்சயம். പക്ഷേ யாராயிருந்தாலும் ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. അവൾ വരുവാളാ, എന്നോടഞ്ചു പോന നെഞ്ച ഒട്ട വയ്ക്ക അവൾ വരുവാളാ. ജാനകി റെഡി? എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം പോലെ. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നിറയും. വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലൈന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. എടാ IPS കാരൻ മോഡേൺ രാമ മോനെ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര വെമ്പിളാരെ കിട്ടൂടാ കോപ്പെ? ഇന്ദ്രനീല ശോഭയാർന്ന ആകാശവീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെ കൊണ്ട് പറന്നേനെ. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ